CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റേതുൾപ്പെടെയുള്ള വീടുകളിൽ നടന്ന ED റെയ്ഡിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പ്രധാന നഗരങ്ങളിലെല്ലാം പ്രവർത്തകർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. നെല്ലായ പഞ്ചായത്തിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതെ വൈകിപ്പിക്കുന്ന നെല്ലായ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ബാങ്കിന്റെ നടപടിക്കെതിരെ UDF പ്രതിഷേധം. UDF നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പയ്യനടം ഏനാനിമംഗലം ശിവക്ഷേത്രത്തിന് സമീപത്തെ തൂക്കുപാലം അതീവ അപകടാവസ്ഥയിലെന്ന് പരാതി. അപകടാവസ്ഥയിലായ തൂക്കുപാലം BJP മണ്ഡലം ഏരിയ നേതാക്കൾ സന്ദർശിച്ചു. പിണറായി വിജയന്റെയും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് ED റെയ്ഡിന്റെ ലക്ഷ്യമെന്ന് വിമർശിച്ച MV ഗോവിന്ദൻ പിണറായിയെയും CPM-നെയും അങ്ങനെ ദുർബലപ്പെടുത്താനാകില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. RSS സംഘപരിവാർ വിഭാഗങ്ങൾ സഖാവിനെതിരായിട്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമണ രീതി നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതെല്ലാം അറിയുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ കെട്ടിച്ചമച്ച കേസ്, അത് സഖാവ് പിണറായി വിജയനെതിരായിട്ടുള്ള കേസാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ആയുധമാണ്. CPIM ഇത്തരത്തിലുള്ള തെറ്റായ കടന്നാക്രമണ രീതികളെ ചെറുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇവിടെ ജനകീയമായ രീതിയിൽ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും. നിയമപരമായ സമീപനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനെ അതിശക്തിയായിട്ട് പ്രതിരോധിക്കാനാവുക എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഒരാഹ്വാനവും ഇല്ലാതെ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഉയർന്ന നേതൃനിരയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, യോഗം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയെ, പാർട്ടി വിരുദ്ധമായ നിലപാടിനെ, പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ, അത് പിണറായി വിജയനെ തകർത്തുകൊണ്ടാണ് സാധിക്കുക എന്നുള്ളതുകൊണ്ട് പിണറായിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തെ, അവരുടെ ഭാഗത്തുനിന്നുള്ള ഈ കടന്നാക്രമത്തെ ശക്തിയായിട്ട് പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയിലൊക്കെ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്, പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറമെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ലോക്കലുകളിലുമൊക്കെ അതിശക്തിയായ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം ശക്തിയായിട്ട് ഇപ്പം തന്നെ നടന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധം ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് പോകും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ശക്തിയായ രീതിയിലുള്ള പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കേരളമുടനീളം സമാധാനപരമായി ഇത്തരത്തിലുള്ള സമരങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി മുമ്പോട്ടേക്ക് വരികയാണ്. എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലും ഇതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത് CPIM-ന് മാത്രം എതിരായിട്ടുള്ളതല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃത്വത്തിന് ആകെ എതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതിൻ്റെ ഒപ്പം നിൽക്കുകയാണ് ഇവിടെ VD സതീശനും കോൺഗ്രസും. മുമ്പും അതെ, ഇപ്പോഴും ആ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നല്ല സംശയം ജനങ്ങൾക്കുണ്ട്. ഒരു സംശയമില്ലാത്ത രീതിയിൽ ഈ കാര്യം ഒഴിവാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രമുഖനായ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി തന്നെ എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഈ BJP-യുടെ ഗൂഢാലോചനയുടെ ഡീല് എന്ന് ഞങ്ങളെപ്പറ്റിയാണ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIM അതുപോലെ തന്നെ BJP-യും ഡീലാണെന്നാണ്. ഇപ്പോഴാ ഡീൽ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. BJP-യും UDF-ഉം തമ്മിലുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ ഡീലാണ് പുറത്തു വന്നിട്ടുള്ളത്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഈ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. CCN ചെറുപ്പുളശ്ശേരി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റേതുൾപ്പെടെയുള്ള വീടുകളിൽ നടന്ന ED റെയ്ഡിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പ്രധാന നഗരങ്ങളിലെല്ലാം പ്രവർത്തകർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു.
പെരിന്തൽമണ്ണ ടൗണിൽ നടന്ന പ്രകടനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ, ഏരിയ സെക്രട്ടറി ഇ രാജേഷ് എന്നിവർ സംസാരിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണങ്ങളിലും എടുത്ത കേസുകളിലും 90% കേസുകൾ ഫേക്കാണെന്ന് ഇന്ന് ഇന്ത്യയിലൊരു തെളിഞ്ഞ വസ്തുതയാണ്. ആ സന്ദർഭത്തിലാണ് കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റിനെതിരെയും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഈ വേട്ടയാടൽ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റിനെ ഒരു തിരിച്ചടിയേറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി എന്നാൽ ഇപ്പോൾ തന്നെ അയക്കളയാം എന്ന ഒരു നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ വരെ ഉണ്ടായിരുന്ന വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയും പ്രചരിപ്പിച്ചിരുന്നത് ഇടതുപക്ഷവും BJPയും തമ്മിൽ ഡീൽ എന്നായിരുന്നു. എന്നാൽ ഇപ്പോ കേരളത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ആര് തമ്മിലുള്ള ഡീലാണ് എന്ന് ഭക്ഷണം കഴിക്കുന്ന, ചോറ് കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പക്ഷം. കേരളത്തിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും BJPയും ഒരു ഗൂഢാലോചനയിലൂടെ ഇടതുപക്ഷത്തെ അട്ടിമറിച്ചത് എന്ന് ആർക്കും അറിയാമായിരുന്നില്ല. എന്നാൽ കുറേശ്ശെയായി ആ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സംഭവമായിരുന്നു രത്തൻ കേൽക്കർ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത്. നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി ഇലക്ഷൻ കമ്മീഷനെ ഉദ്യോഗസ്ഥനായി നിയമിക്കുന്ന ബംഗാളിലെ നിലപാടിനെതിരെ അതിശക്തമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. ആ ശബ്ദം ടിവിയിൽ നിന്ന് മറഞ്ഞു പോകുന്നതിനിടയിലാണ് കേരളത്തിൽ VD സതീശൻ ഈ ഡീല് നടത്തിയിരിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനെ സെക്രട്ടറിയാക്കി വെച്ചിരിക്കുന്നത്. SIRന്റെ മറവിലാണ് രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് വരുന്ന വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി കൃത്രിമമായ ഒരു ഇലക്ഷൻ വിധി നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ഇനി തെളിയാൻ ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിത് ആധികാരികമായി പറയുകയല്ല, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധ പ്രകടനത്തിന് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M മുസ്തഫ, PP സത്യനാരായണൻ, K ബദറുന്നീസ, V ഹനീഫ, K ഉണ്ണികൃഷ്ണൻ, ലോക്കൽ സെക്രട്ടറിമാരായ TK ജയൻ, M രാധാകൃഷ്ണൻ, P അലവി എന്നിവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. നെല്ലായ പഞ്ചായത്തിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതെ വൈകിപ്പിക്കുന്ന നെല്ലായ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ബാങ്കിന്റെ നടപടിക്കെതിരെ UDF പ്രതിഷേധം. UDF നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും പെരുന്നാളിന് മുന്നേ വിതരണം ചെയ്യാതെ മാറ്റിവെച്ച നെല്ലായ പഞ്ചായത്തിന്റെ വിതരണ ചുമതലയുള്ള നെല്ലായ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സഹകരണ സംഘത്തിന്റെ രാഷ്ട്രീയ വൈര്യനിരാധന നിലപാടിൽ പ്രതിഷേധിച്ചാണ് UDF നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേങ്ങാട്ടിരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. സ്വാഭാവികമായിട്ടും പെരുന്നാളും വിഷുവും ഓണവും ഒക്കെ വരുമ്പോൾ സർക്കാരുകൾ ഈ പെൻഷൻ മുൻകൂട്ടി വിതരണം ചെയ്യുന്നത് അത് അവർക്ക് അവരുടെ ആ ആഘോഷത്തിന് ഉപകരിക്കുമാറാകട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്നാൽ ഇവര് മറ്റു ബാങ്കുകളൊക്കെ ഇത് വിതരണം ചെയ്യാൻ തയ്യാറായപ്പോൾ നെല്ലായ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഇത് വിതരണം ചെയ്യാൻ ചുമതലയുള്ള ഇവിടുത്തെ കാർഷിക വികസന ബാങ്ക്, CPM ഭരിക്കുന്ന ബാങ്ക് അത് വിതരണം ചെയ്യാതെ വൈകിപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു രോഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള തികച്ചും വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ UDF കൺവീനർ മുസ്തഫ പേങ്ങാട്ടിരി സ്വാഗതം പറഞ്ഞു. UDF ചെയർമാൻ മേലാടയിൽ ബാപ്പുട്ടി അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് N ജനാർദ്ദനൻ, മണ്ഡലം പ്രസിഡന്റ് KMK ബാബു, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹംസത്ത് മാടാല, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് രാജീവ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മൻസൂർ ഇംബാനു, യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉനൈസ് മാരായമംഗലം, KP മുഹമ്മദ്, അൽത്താഫ് മംഗലശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN ചെറുപ്പുളശ്ശേരി. മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷന് പിൻവശം ഉപയോഗശൂന്യമായി കിടക്കുന്ന കാഞ്ഞിരപ്പുഴ ജലസേചന വകുപ്പിന്റെ സ്ഥലം നഗരസഭയിലെ ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിക്കായി വിട്ടുനൽകാൻ കൌൺസിലിൽ പ്രമേയം. കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിക്കുകയും സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചു. 23-ാം വാർഡിൽ കൊന്നക്കോട് കുക്കട പ്രദേശത്ത് KPIPക്ക് കീഴിലുണ്ടായിരുന്ന
എന്നാൽ ഇപ്പോൾ റവന്യൂ സ്ഥലമായി അത് നിലവിൽ ജയിൽ വകുപ്പ് ജയിൽ സ്ഥാപിക്കുന്നതിനായി ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നാൽ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് ആധുനിക രീതിയിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനും നഗരസഭയുടെ കരമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം തുടങ്ങി വിവിധ പദ്ധതികൾക്ക് സ്ഥലം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകുന്നത് നഗരസഭയുടെ തുടർ പദ്ധതികൾ ഈ സ്ഥലത്ത് നടപ്പിലാക്കാൻ ഏറെ പ്രയോജനകരമാകും. ആയതിനാൽ ഈ സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകുന്നതിന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് അപേക്ഷിക്കാൻ ഈ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. അവതാരകൻ സി മുഹമ്മദ് ബഷീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ. പിന്താങ്ങുന്നത് കെ ബാലകൃഷ്ണൻ ബാലു, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി അബ്ദുറഹ്മാനാണ് പ്രമേയം അവതരിപ്പിച്ചത്. 23-ാം വാർഡിലെ കൊന്നക്കാട് ജയിൽ നിർമ്മാണത്തിനായി നൽകിയ സ്ഥലം നഗരസഭയുടെ വിവിധ പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തുന്നതിന് വിട്ടുകിട്ടാനായി സർക്കാരിലേക്ക് അപേക്ഷ നൽകണമെന്ന പ്രമേയവും അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീറാണ് പ്രമേയം അവതരിപ്പിച്ചത്. വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ പിന്താങ്ങി. ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള ഈ സ്ഥലത്ത് നിലവിൽ ജയിലിന്റെ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നാൽ നഗരസഭയ്ക്ക് ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കാൻ ഈ സ്ഥലം പ്രയോജനപ്പെടുത്താമെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും ഗുണകരമാകുമെന്നും ഉന്നയിച്ചു. അതേസമയം ഇടതുപക്ഷം പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു. ആ പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് 2 ഡിസിഷനും എടുക്കാം. ഒന്നുകിൽ റിജക്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ബദൽ സംവിധാനം കാണാനൊരു സർക്കാർ പ്രയാസമല്ല. പ്രമേയം വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മറ്റൊരു ചർച്ചയ്ക്ക് ശേഷം നമുക്ക് അതിനുള്ള തീരുമാനം ഐക്യകണ്ഠേനയോ അല്ലെങ്കിൽ കിട്ടായിരിക്കും. കാരണം മിഞ്ഞാന്നാണ് ഈ കാര്യങ്ങൾ മന്ത്രിയായിട്ട് സംസാരിച്ചത്. അപ്പോൾ മന്ത്രി പറഞ്ഞു നിങ്ങളൊരു കൗൺസിൽ തീരുമാനം എടുത്ത് തരൂ, ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു. നമുക്ക് ശ്രമിക്കാം. മുനിസിപ്പാലിറ്റിക്ക് ഉപകാരപ്പെടുന്നതിന് യാതൊരു തടസ്സമല്ല. ഇതാർക്കും നമ്മളാദ്യം പെരീക്ക് കൊണ്ടാകാനല്ല, ഇത് മുനിസിപ്പാലിറ്റിക്കാണ്. അത് പാസ്സാക്കണം എന്ന പരിപാടി നോക്കും. അങ്ങനെ പറഞ്ഞതിൽ ഒരു ചെറിയൊരു ഫാൾട്ട് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞില്ലാന്ന് മുമ്പിൽ പറഞ്ഞാൽ നമുക്കെന്താ മറ്റ് വേദിയില് ചർച്ച ചെയ്ത് മാത്രമേ അഭിപ്രായം പറയാൻ പറ്റില്ല. നമുക്കത് മറ്റൊരു വേദി ചർച്ച ശേഷം മാത്രമേ അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. ആ നിലയ്ക്ക് ഇത് മുൻകൂട്ടി നമുക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ തീരുമാനിച്ചാൽ മതി, എന്നിട്ട് കൊടുത്താൽ മതി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള പദ്ധതിയായതിനാൽ ആലോചിച്ചു മാത്രമേ തീരുമാനം പറയാനാവൂ എന്ന് പ്രതിപക്ഷത്തിലെ മുതിർന്ന അംഗം എസ് അജയകുമാർ അഭിപ്രായപ്പെട്ടു. താലൂക്ക് ആശുപത്രിയിൽ ബയോഗ്യാസ് പ്ലാന്റ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്, സായാഹ്ന OPയിൽ ഫാർമസിസ്റ്റ് നിയമനം, നായാടിക്കുന്ന് മൈതാനത്തിന്റെ ഫീസ് വർധനവ്, നെല്ലിപ്പുഴ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള അഴുക്കുചാൽ ഗ്രില്ല് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്താനും CCTV സ്ഥാപിക്കുന്നതും ഉൾപ്പെടെയുള്ള വിവിധ അജണ്ടകൾ ചർച്ച ചെയ്തു. ചെയർപേഴ്സൺ കെ സജ്ന, മറ്റ് കൌൺസിലർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായെന്നും സോഷ്യൽ ഫാസിസ്റ്റ് പാർട്ടിയായി അധപ്പതിച്ചെന്നും മുൻ MLAയും CPM നേതാവുമായിരുന്ന PK ശശി. DMF മണ്ണാർക്കാട് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ രൂപവത്കരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ വിശദീകരിക്കാനും ഇതിനാവശ്യമായ തരത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷം ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് അവിടെ ഒരു സ്പേസ് രൂപം കൊള്ളും. അങ്ങനെ വെറുതെ കിടക്കുന്ന സ്പേസ് വന്നാൽ എന്താ സംഭവിക്കുക? ആ സ്പേസിൽ ഉണ്ടാകുന്ന മാറ്റം എന്താ? കാടും കടലിലെ പിടിക്കുക. ആ മണ്ണ് ഉഴുതുമറിച്ച് അവിടെ നല്ല ഫലമുണ്ടാക്കുന്ന വിത്ത് വിതച്ചാലോ ആ വിത്ത് മുളയ്ക്കും, അത് വളരും, അത് പടരും, അത് പന്തലിക്കും. ഇടതുപക്ഷം ഇല്ലാതാക്കാൻ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായി ഒരു ഒഴിഞ്ഞ സ്പേസ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. ആ സ്പേസിലേക്കാണ് നമ്മുടെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന്റെ വരവ്. ആ സ്പേസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. നമ്മുടെ മഹത്തായ സന്ദേശം നമ്മൾ അവിടെ അറിയിക്കുന്നു, ജനങ്ങളെ പഠിപ്പിക്കുന്നു, രാഷ്ട്രീയമായി പഠിപ്പിക്കുന്നു. അവിടെ നമ്മൾ നമ്മുടെ പുതിയ കാഴ്ചപ്പാടിന്റെ നാട് കണ്ട ഏറ്റവും ശരിയായ ഒരു റിയൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസ്ഥാനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. അത് വളരുന്നു, അത് പടരും, അത് പന്തലിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ നയിക്കാൻ കഴിയുന്ന ശക്തിയായി നമുക്ക് മാറാൻ സാധിക്കത്തക്ക രൂപത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കും.
ഉൾപാർട്ടി ജീവിതത്തെ തകർത്തതാണ് CPM ചെയ്ത ഏറ്റവും വലിയ പാതകം. വിമർശനമുന്നയിച്ചാൽ പാർട്ടി കമ്മിറ്റികളിൽ നിർഭയമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. 2016 മുതൽ 2021 വരെ ജനങ്ങളെ മനസ്സിലാക്കിയുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തിയിരുന്നു. എന്നാൽ രണ്ടാമതും അധികാരത്തിലെത്തിയപ്പോൾ അധികാരം തലയ്ക്ക് പിടിച്ച CPMന്റെ നേതാക്കൾ ജനങ്ങളെ വിസ്മരിച്ചു. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകളെ തള്ളിക്കളഞ്ഞു. അധികാരത്തിന്റെ തണലിൽ എന്തെല്ലാമാണ് നടത്തിയത്? താൽക്കാലിക താൽപര്യങ്ങൾക്കായി അധികാര ദുർവിനിയോഗം നടത്തി. ഇതിന്റെ ദുരന്തമാണ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ഭരണത്തെ ഞാൻ 2 തരത്തിൽ വിഭജിക്കുന്നു. അതിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് 16 മുതൽ 21 വരെയുള്ള ഘട്ടമാണ്. കമ്പാരറ്റീവ്ലി ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ തുടർച്ചയായി രണ്ടാമത്തെ ടേം കൂടി അധികാരത്തിൽ വന്നപ്പോൾ അധികാരം തലക്ക് പിടിച്ച CPIMന്റെ വിവിധ നിലവാരത്തിലുള്ള നേതാക്കൾ ജനങ്ങളെ വിസ്മരിച്ചു. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകളെ തള്ളിക്കളഞ്ഞു. തങ്ങളുടെ താൽക്കാലികമായ താൽപര്യങ്ങൾക്ക് വേണ്ടി അധികാരത്തെ ദുർവിനിയോഗം ചെയ്തതിന്റെ ദുരന്തമാണ് ഇപ്പൊ പാർട്ടി അനുഭവിക്കേണ്ടി വന്നത്. ഈ അധികാരത്തിന്റെ തണലിൽ എന്തെല്ലാം നടത്തി? തങ്ങൾ ഒരു വിമർശനം ഉന്നയിച്ചാൽ പാർട്ടി കമ്മിറ്റിക്കകത്ത് നിർഭയമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. യോഗത്തിൽ P. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. K. ശിവശങ്കരൻ, M. അവറ എന്നിവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പയ്യനടം ഏനാനിമംഗലം ശിവക്ഷേത്രത്തിന് സമീപത്തെ തൂക്കുപാലം അതീവ അപകടാവസ്ഥയിലെന്ന് പരാതി. അപകടാവസ്ഥയിലായ തൂക്കുപാലം BJP മണ്ഡലം ഏരിയ നേതാക്കൾ സന്ദർശിച്ചു. N. ഷംസുദ്ദീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ചിലവഴിച്ച് 2018 നിർമ്മിച്ച പാലമാണ് കൃത്യമായ അറ്റകുറ്റപ്പണികളില്ലാതെ ഇപ്പോൾ തകർച്ചയിലായിരിക്കുന്നത്. പാലം അമിതമായി ആടാതിരിക്കാൻ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിരുന്ന ഷോക്ക് അബ്സോർബറുകൾ നിലവിൽ തകർന്ന അവസ്ഥയിലാണ്. ഇതുമൂലം പാലത്തിലൂടെ നടക്കുമ്പോൾ അമിതമായ രീതിയിൽ ആടിയുലയുന്നത് യാത്രക്കാരെ വലിയ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ഇത് ഏതു സമയത്തും വലിയൊരു അപകടത്തിന് കാരണമായേക്കാമെന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. ദിവസേന നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാലമാണിത്. സുരക്ഷാ ഭീഷണിക്ക് പുറമെ പാലവും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയകളുടെയും പ്രധാന താവളമായി മാറിയിരിക്കുകയാണെന്നും BJP നേതാക്കൾ ആരോപിച്ചു. അപകടാവസ്ഥയിൽ ആടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ തൂക്കുപാലത്തിനുള്ളത്. നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ വന്ന് ഞായറാഴ്ചകളിൽ ചിലവഴിക്കുന്ന ഒരു തൂക്കുപാലമാണിത്. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ആ കുളിക്കടവും അതുപോലെ തന്നെ ഈ തൂക്കുപാലവും അതിൻ്റെ വൈബിനനുസരിച്ച് നിരവധി ആളുകൾ ഇവിടെ വന്ന് ഈ തൂക്കുപാലത്തിലൂടെ കളിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ വളരെ അപകടാവസ്ഥയിലുള്ള ഈ തൂക്കുപാലം, അതിനുള്ള ഒരു പരിഹാരം ഇതുവരെയ്ക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പെയിൻ്റ് അടിച്ചത് കൊണ്ട് മാത്രം ഒരു തൂക്കുപാലം നേരാവുകയില്ല. അത് കൃത്യമായി അതിൻ്റെ എന്താണോ അതിൻ്റെ കേടുപാടുകൾ, ആ കേടുപാടുകൾ തീർത്തുകൊണ്ട് ആ തൂക്കുപാലം റെഡിയാക്കണമെന്നാണ് BJPക്ക് ഇത് റെഡിയാക്കുന്ന പഞ്ചായത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ MLA ഇപ്പോൾ മന്ത്രിയാണ്, ആ മന്ത്രിയോടും നമുക്ക് പറയാനുള്ളത്, BJPക്ക് മണ്ണാർക്കാട് പറയാനുള്ളത്, ഈ തൂക്കുപാലത്തിൻ്റെ കേടുപാടുകൾ തീർത്ത് ഇതിൻ്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് BJPക്ക് ഇവിടെ പറയാനുള്ളത്. CCN മണ്ണാർക്കാട്. വ്യാഴാഴ്ച ബലിപെരുന്നാളായതോടെ വാണിയംകുളത്തെ ചൊവ്വാഴ്ച നടന്ന ആടുചന്തയിൽ നല്ല തിരക്ക്. നാട്ടിൻപുറങ്ങളിൽ നിന്നും ഫാമുകളിൽ നിന്നുമാണ് പെരുന്നാൾ കച്ചവടത്തിനായി ആടുകളെ എത്തിച്ചത്. നാടൻ ആടുകൾക്ക് പുറമെ ജംനാപ്യാരി, ബീറ്റൽ, ഒസ്മനാബാദി, മലബാറി ഉൾപ്പെടെ വിവിധയിനം ആടുകളെയാണ് ചന്തയിൽ കച്ചവടത്തിനായി എത്തിച്ചത്. ചൊവ്വാഴ്ചയാണ് വാണിയംകുളത്ത് കന്നുകാലി ചന്തയിൽ ആടുചന്ത നടക്കുന്നത്. സാധാരണ 500-ൽ താഴെ ആടുകളാണ് കച്ചവടത്തിനായി എത്താറുള്ളത്. എന്നാൽ ചൊവ്വാഴ്ച ചന്തയിൽ 900-ലേറെ ആടുകളെത്തി. നാട്ടിൻപുറങ്ങളിൽ നിന്നും ഫാമുകളിൽ നിന്നുമാണ് പെരുന്നാൾ കച്ചവടത്തിനായി ആടുകളെ എത്തിച്ചത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, കൊല്ലം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്നും കച്ചവടക്കാർ ആടുചന്തയിൽ എത്തിയിരുന്നു. വിപണിയിൽ ആട്ടിറച്ചിക്കാണ് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നത്. 750 മുതൽ 1000 രൂപ വരെയാണ് ഇറച്ചി വിലയെന്ന് കച്ചവടക്കാർ പറഞ്ഞു. 5 മാസമായ ആട്ടിൻകുട്ടിക്ക് 2500 മുതൽ 3500 രൂപ വരെ വിലയുണ്ട്. ചന്തയിൽ വന്ന വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വലിയ ആടുകൾക്ക് 25,000 മുതൽ 40,000-ലേറെ വിലയുള്ളവയും കച്ചവടത്തിന് എത്തിച്ചിരുന്നു. CCN ഒറ്റപ്പാലം. മണ്ണുത്തി വാളയാർ ദേശീയപാതയിൽ ചന്ദ്രനഗറിൽ ടിപ്പറും സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്ന ലോറിയും കൂട്ടിയിടിച്ചു. 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 6:37-നാണ് സംഭവം.
ലോറി ഡ്രൈവർ തിരുച്ചിറപ്പള്ളി സ്വദേശി പെരിയസ്വാമി, ടിപ്പർ ഡ്രൈവർ കൊഴിഞ്ഞമ്പാറ സ്വദേശി സുധീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 6:37 സംഭവം. സ്ഫോടക വസ്തുക്കൾ കയറ്റിവന്ന ലോറി കോയമ്പത്തൂർ ഭാഗത്തു നിന്ന് വടക്കഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു. 25 കിലോയുടെ 518 പെട്ടി ജലാറ്റിൻ സ്റ്റിക്കുകളാണ് ലോറിയിലുണ്ടായിരുന്നത്. ചന്ദ്രനഗർ മേൽപ്പാലമിറങ്ങി വടക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ ലോറി റോഡിന്റെ വലതുവശത്തേക്ക് പോവുകയും താൽക്കാലിക ഡിവൈഡറുകൾ തട്ടിത്തെറിപ്പിച്ച് മറുഭാഗത്ത് എത്തുകയായിരുന്നു. ഈ സമയം കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പറിൽ ഇടിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാമെന്നാണ് പോലീസ് നിഗമനം. 2 വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. തിരുച്ചിറപ്പള്ളിയിലെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് വടക്കഞ്ചേരി ഭാഗത്തുള്ള കമ്പനിയിലേക്ക് പോയ ലോറി അപകടത്തിൽപ്പെട്ട് മറിയാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. 14,000 കിലോയിലേറെ വരുന്ന സ്ഫോടക വസ്തുക്കളാണ് ലോറിയിലുണ്ടായിരുന്നത്. CCN പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റേതുൾപ്പെടെയുള്ള വീടുകളിൽ നടന്ന ED റെയ്ഡിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പ്രധാന നഗരങ്ങളിലെല്ലാം പ്രവർത്തകർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. നെല്ലായ പഞ്ചായത്തിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതെ വൈകിപ്പിക്കുന്ന നെല്ലായ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ബാങ്കിന്റെ നടപടിക്കെതിരെ UDF പ്രതിഷേധം. UDF നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പയ്യനടം ഏനാനിമംഗലം ശിവക്ഷേത്രത്തിന് സമീപത്തെ തൂക്കുപാലം അതീവ അപകടാവസ്ഥയിലെന്ന് പരാതി. അപകടാവസ്ഥയിലായ തൂക്കുപാലം BJP മണ്ഡലം ഏരിയ നേതാക്കൾ സന്ദർശിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.